അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആനി വ തദബ്ബുരി, അള്ളാഹുവിന്റെ കിതാബ് അത് പാരായണം ചെയ്യുക എന്നതും അതിൽ തദബ്ബുർ ചെയ്യുക എന്നതും അത് ആഴത്തിൽ പഠിക്കുക എന്നതും ഖുർആനുമായി മുലാസമത്ത് അതിനോടുള്ള ബന്ധം ശക്തമാക്കുക എന്നതും നമ്മുടെ ഖൽബ് നന്നാകാൻ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. എത്രത്തോളം എന്നാൽ ഉലമാക്കൾ പറയുന്നത് കാണാം, അത് കേവലം അത് കേൾക്കുക, ഇസ്തിമാ ചെയ്യുക എന്നത് പോലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ നന്മ നമുക്ക് കൊണ്ടുതരുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങൾ കാഫിരീങ്ങളായ പച്ച കാഫിറുകളായ മുശ്രിക്കുകളായ ആളുകൾ, അവരോട് മക്കയിലെ പ്രമാണിമാർ മുശ്രിക്കുകൾ പറഞ്ഞെന്താണ്, ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി, നിങ്ങളുടെ ഈ ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞു. കാരണം ആളുകൾ ഖുർആൻ, സഹാബത്തിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ അവർ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ആളുകൾ വന്നിരുന്ന് കേൾക്കും. അങ്ങനെ വീണ്ടും അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നതിനായി അവർ ഒരുമിച്ച് കൂടും. അങ്ങനെ കൽബുകൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത് ഹിജ്റ ചെയ്യാൻ പോയി തിരിച്ചു വന്ന് ഇബ്നു ദഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അഭയം നൽകി തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇതാണ്, പരസ്യമായി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഖുർആൻ ഓതി ജനങ്ങളെ ദഅവത്ത് നടത്തരുത്, രഹസ്യമായിട്ടായിരിക്കണം നിങ്ങളുടെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞു. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസം ക്ഷമിച്ചു. പിന്നീട് പരസ്യമായി തന്നെ ഖുർആൻ ഓതി നമസ്കരിക്കാൻ തുടങ്ങി. ആളുകൾ കേട്ട്, അള്ളാഹുവിന്റെ കലാം കേട്ട് ഖുർആൻ അവരുടെ ഖൽബുകളിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ നമുക്ക് വായിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മുശ്രിക്കുകൾ അവർ ഭയപ്പെട്ട കാര്യമാണ്. മുഅ്മിനീങ്ങൾ അവരുടെ മനുഷ്യന്മാർ അവരുടെ റബ്ബിന്, അവരെ പടച്ച അവരുടെ റബ്ബിന്റെ കലാം കേൾക്കുക എന്നത് അവർ ഏറെ ഭയപ്പെട്ടിരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കാൻ, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്, അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നത് വരെ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അഭയം കൊടുക്കുക എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ കേൾക്കുക എന്നത് പച്ച കുഫറിലുള്ള, ഷിർക്കിലുള്ള മനുഷ്യന്റെ കൽബിന് മാറ്റമുണ്ടാക്കുമെങ്കിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, അള്ളാഹുന്റെ റസൂൽ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, കൽബിൽ വലിയ മാറ്റമുണ്ടാക്കും അള്ളാഹുവിന്റെ കലാം അത് കേൾക്കുക എന്നത്. അപ്പൊ അതിന്റെ തിലാവത്ത്, അതിന്റെ തദബ്ബുർ, അത് ആഴത്തിൽ പഠിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ കൽബ് എത്രമാത്രം നന്നാക്കുമെന്നത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അതുപോലെയുള്ള നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക എന്നതും നമ്മുടെ കൽബ് കൂടുതൽ ജീവസുറ്റതാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞത് കാണാം, ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കുക, അതുപോലെ തന്നെ ഖബറുകൾ സന്ദർശിക്കുക. ഇതെല്ലാം നമ്മുടെ കൽബ് കടുത്തുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ലോലമാക്കാൻ, അതിനെ നൈർമല്യമുണ്ടാക്കാൻ സഹായിക്കുമെന്നൊക്കെ ഹദീസുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള നന്മകൾ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ കൽബ് നന്നാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളെ നഫ്സിനെ നമ്മൾ നിരന്തരം മുജാഹദത്ത് നടത്തുക തന്നെ വേണം.